ഹായ് ഫ്രണ്ട്സ്, കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തെ വീഡിയോയും കുക്കിംഗ് വീഡിയോ തന്നെയാണ്. അപ്പം ഇന്ന് എനിക്ക് ഒരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാഴക്കൂമ്പും ഒരു സവാളയും പിന്നെ അതുപോലെ കുറച്ച് ചെറുപയറും കൂടെ വേവിച്ച് ഞാൻ ചേർക്കുന്ന ഒരു തോരൻ വെക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് പോകാം വീഡിയോ. കൂമ്പ് ഞാനിവിടെ നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് അതിൽ കൈ രണ്ടിലും എണ്ണ പുരട്ടി കറയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കഴുകി വാരി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് ചെറുപയറും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ വേവിച്ചെടുത്ത്, ഒരുപാട് വേവിച്ചിട്ടില്ല. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. പാത്രത്തിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ഒന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പും സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് തട്ടിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പുപാത്രം വെച്ച് അടച്ചു വെക്കാം. ആവിയിലൊന്ന് വെന്ത് വരട്ടെ. അതുപോലെ നമുക്കിതിന് കൂട്ട് തയ്യാറാക്കണം. കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഇത്രയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം. ഇവിടെ ഞാൻ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടിത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടപ്പുപാത്രം ഒന്ന് മാറ്റി നോക്കാം. കൂമ്പും സവാളയും കൂടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈർപ്പം, അതിൽ നമ്മൾ അടച്ചു വെച്ചിരുന്ന ഈർപ്പമൊക്കെ ഒന്ന് വറ്റുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പയറും കൂടെ തട്ടിയിട്ട് കൊടുക്കുക. ഇനി പയറിലും വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമ്മൾ പുഴുങ്ങിയെടുത്ത് ഊറ്റി വെച്ചതല്ലേ, അപ്പോൾ അതിനകത്തും വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് ഇതും കൂടെ തട്ടിയിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് തോന്ന് കിട്ടട്ടെ. ഇവിടെ ഏകദേശം ഒന്ന് നല്ലതുപോലെ തോന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പൊതുവേ കൂമ്പ് തോരൻ തിന്നാൻ മടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും മടിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പയറിട്ട് വെക്കുമ്പോൾ അറിയാതെ ഇതിനിടയിൽ ഇങ്ങനെ കിടക്കുന്നത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അറിയാതെ അങ്ങ് തിന്നു പോകും കേട്ടോ. അങ്ങനെ ഞാനിവിടെ നല്ലതുപോലെ വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിനകത്ത് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. കൂട്ടെല്ലാം ഞാനിവിടെ തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി അരപ്പൊക്കെ ഒന്ന് ചൂടാവുന്നവരൊന്ന് തോത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പും ചെറുപയറും ഇട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.